പ്രിയപ്പെട്ടവരെ, പാലാ ജൂബിലി തിരുനാളിനോടനുബന്ധിച്ച് നടത്തപ്പെട്ട പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയിലെ ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇത് ബൈബിൾ ടാബ്ലോ മത്സരമാണ്. നോക്കൂ, എത്ര സാഹസികമായ രീതിയിലാണ് ഈ ബൈബിൾ ടാബ്ലോ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈശോയെ പിശാച് പ്രലോഭിപ്പിക്കുന്ന രംഗമാണ്. പിശാച് പറന്നു പോകുന്നതാണ്, മലയിൽ നിന്ന് പറന്നു പോകുന്ന രംഗമാണ് കാണിക്കുന്നത്. എത്രയോ സാഹസികമാണിതെന്ന് നോക്കൂ. അതുപോലെ രണ്ടാമത്തെ രംഗം ഈശോയുടെ മാമോദീസയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതെല്ലാം ബൈബിൾ ടാബ്ലോകൾ ലോറികളിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ വർഷം 13ഓളം ബൈബിൾ ടാബ്ലോകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം 2 വീലർ ഫാൻസി ഡ്രസ് മത്സരമുണ്ട്. പിന്നീട് കേരളത്തിൻ്റെ വിവിധ കലകൾ അരങ്ങേറുന്ന സാംസ്കാരിക കലാരൂപങ്ങളുണ്ട്. 10,000ങ്ങൾ ഉച്ചകഴിഞ്ഞ സമയത്ത് ഇത് വീക്ഷിക്കാൻ അവിടെ എത്തി. നോക്കൂ, ഇത് മലയുടെ മുകളിൽ നിന്ന് 10 കൽപ്പനകളുമായി സീനായ് മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന മോശയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കിയുള്ള ചിത്രീകരണമാണ്. എത്ര പൂർണ്ണതയോടുകൂടിയാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത് നോക്കൂ. ലോറിയിൽ ഈ ടാബ്ലോയ്ക്കാണ് 1ാം സമ്മാനം ലഭിച്ചത്. 65,000-ഓളം രൂപയാണ് 1ാം സമ്മാനമായിട്ട് അവർക്ക് ലഭിക്കുന്നത്. ഇത് റെയിൻഡിയറിൻ്റെ ക്രിസ്മസ് പപ്പായുടെ രംഗമാണ്. പാലായിലെ മരിയസദനാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും ഒരു മനോഹരമായ രീതിയിൽ ക്രിസ്മസ് പപ്പായെ ചിത്രീകരിക്കുന്നുണ്ട്. ഇത് പീലാത്തോസിൻ്റെ അരമന ഈശോയെ വിധിക്കുന്ന രംഗം ബൈബിൾ ടാബ്ലോ മത്സരം സജ്ജീകരിച്ചിരിക്കുന്നു. ഈ ടാബ്ലോകളൊക്കെ പലരും സ്പോൺസർ ചെയ്യുന്നത് കൂടിയാണ്. പാലാ നഗരം മുഴുവൻ തോരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ദിവസമാണ് ഡിസംബർ 7-8 ദിവസമെന്ന്. ഇത് അന്ത്യത്താഴം ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ബൈബിൾ ടാബ്ലോയാണ്. ഉച്ചകഴിഞ്ഞ് 2:30 ഈ സാംസ്കാരിക ഘോഷയാത്ര നടത്തപ്പെടുന്നത്. എല്ലാ കുഞ്ഞ് കൊച്ചുങ്ങൾ ഉൾപ്പെടെയുള്ള അനേകായിരം ജനങ്ങളാണ്, 10,000കണക്കിന് ആളുകളാണ് 3 കിലോമീറ്റർ ദൂരത്തേക്ക് ഈ ഘോഷയാത്ര കാണാൻ നിൽക്കുന്നത്. ഇത് വീണ്ടും മോശ മലമുകളിൽ നിന്ന് 10 കൽപ്പനകളുമായിട്ട് വരുന്ന രംഗമാണ്. ഇത് വലിയ ലോറിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ടാബ്ലോയ്ക്കാണ് 2ാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യ പൂർണ്ണത ലോറി ആണെന്ന് പോലും അറിയാത്ത രീതിയിലുള്ള എല്ലാം മറ്റൊരു ബൈബിൾ രംഗമാണ്. ഇങ്ങനെ 13ഓളം രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ആദത്തെയും ഹവ്വയെയും പിശാച് പരീക്ഷിക്കുന്ന രംഗങ്ങൾ, ഇങ്ങനെയെല്ലാം ചേർന്നിട്ടുള്ള ഭംഗിയുള്ള ദൃശ്യങ്ങൾ ഒരുപാട്. അടുത്തത് പാലാ CUAML ചിത്രീകരിക്കുന്ന 2 വീലർ ഫാൻസി ഡ്രസ്സാണ്. വിവിധങ്ങളായ ദൃശ്യങ്ങൾ നമ്മളിതിൽ കാണുന്നു. ഒരുപാട് സാമൂഹിക വിഷയങ്ങൾ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. മദ്യം, മയക്കുമരുന്നും ഒക്കെ നീരാളി പോലെയാണ്, അല്ലെ ഡ്രാഗൺ പോലെയാണ് എന്നുള്ളൊരു ചിത്രീകരണമാണ്. മനുഷ്യനെ അത് നശിപ്പിക്കുന്നു എന്നതിൻ്റെ വലിയൊരു സന്ദേശം നൽകുന്ന ഒരു ചിത്രീകരണമാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഇത് ഹെറോദേസ് രാജാവിനെ ചിത്രീകരിച്ചിരിക്കുകയാണ്. 2 വീലറിലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സാഹസികമായ രീതിയിലാണ് 2 ചക്രം മാത്രമുള്ള ബൈക്കിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് വളരെ രസകരമായ ഒരു രംഗമാണ്. ഡാഗിനി മായാവിയുമായി പോകുന്ന ഒരു രംഗമാണ്. കുപ്പിയിലടച്ച മായാവിന് ഡാഗിനി പോകുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ആളുകൾക്ക് കൗതുകം ഉളവാക്കുന്ന ഒരു രംഗമായിരുന്നു ഈ ഡാഗിനിയുടെയും മായാവിയുടെയും ദൃശ്യം. ദൈവമേ, ദയവായി ശ്രദ്ധിക്കുക. ബൈബിൾ ടാബ്ലോ സീറോ മലബാർ നസ്രാണികളുടെ പരമ്പരാഗത കലാരൂപമായ മാർഗംകളിയാണ് നമ്മൾ കാണുന്നത്. ഇത് പ്രൊഫഷണലായിട്ട്, തികച്ചും പ്രൊഫഷണലായിട്ടുള്ള ആളുകളാണ് ഇത് ചെയ്യുന്നത്. ഇത് ചവിട്ട് നാടകമാണ് നമ്മൾ കാണുന്നത്. പരമ്പരാഗതമായ ക്രൈസ്തവ കലാരൂപമാണ്. ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള ടീമാണ് വളരെ സംഗീതാത്മകമായ രീതിയിൽ ചവിട്ട് നാടകം നടത്തുന്നത് കാണുന്നു.
ഇത് രണ്ട് പരമ്പരാഗതമായിട്ടുള്ള ക്രൈസ്തവ വേഷധാരികളെ അപ്പാപ്പനും അമ്മാമ്മയും അല്ലെങ്കിൽ അപ്പച്ചനും അമ്മച്ചിയാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് കൊച്ചുകുട്ടികളെ ഒരുപാട് ആകർഷിക്കുന്ന പാവ ഡാൻസാണ്. വളരെ രസകരമായിട്ടുള്ള പാവ ഡാൻസ്. ഇത് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് തൊട്ടുപുറകിലായി ഡോസ്റ്റോവ്സ്കി ഡാൻസാണ് വരുന്നത്. വളരെ ആകർഷകമായിട്ടുള്ള ചമയങ്ങളുള്ള വലിയ തരത്തിലുള്ള കളർഫുള്ളായിട്ടുള്ള ഡോസ്റ്റോവ്സ്കി ഡാൻസ് എന്ന് പറയുന്ന ഒരു കലാരൂപമാണ് ഇത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പതിനായിരക്കണക്കിന് ആളുകളാണ് പാലായുടെ പട്ടണങ്ങളിൽ കെട്ടിടങ്ങളുടെ മുകളിൽ ഒക്കെ ഉൾപ്പെടെ വഴിയോരങ്ങളിലെല്ലാം ഈ കാഴ്ച കാണാനായിട്ട് ഈ ജൂബിലി തിരുനാൾ സമയത്ത് എത്തുന്നത്. ജൂബിലിയുടെ 2 ദിവസങ്ങളായിട്ട് നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ സംബന്ധിക്കുന്നുണ്ട്. ഒരുപാട് തരത്തിൽ ഭക്തജനങ്ങൾ, അതുപോലെ തന്നെ നാനാജാതി മതത്തിൽപ്പെട്ട ആളുകൾ, ഇവരെല്ലാം സംബന്ധിക്കുന്ന പാലായുടെ ഒരു മഹോത്സവമാണ്. ഇത്തരത്തിലുള്ള ഈ ഘോഷയാത്രയുമൊക്കെ അപൂർവമായിട്ട് കേരളത്തിൻ്റെ പല നമ്മുടെ കലാരൂപങ്ങൾ അല്പം കൂടി സ്പീഡിൽ കടന്നു പോവുകയാണ് എങ്കിൽ നല്ലതായിരിക്കും. കാരണം 25ഓളം മുന്നോട്ട് വേഗതയിൽ കടത്തിവിടാനായി വേണ്ട ക്രമീകരണം ഒരുക്കുക. പിറകില് ജൂബിലി സാംസ്കാരിക ഘോഷയാത്ര കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സുഗമമായ Subscribe now and press the bell icon. Never miss an update.